പണക്കാരെ ഇതുപോലെ വീണ്ടും വീണ്ടും എന്താ പറയുക, അവരെ കബളിപ്പിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ വേറെ ബ്രാൻഡ് ഇല്ലെന്നാണ്. ഫ്രൂട്ടി ജ്യൂസിൻ്റെ മണം ഓപ്പണിങ്ങിൽ തന്നെ വളരെ സെസ്റ്റി ആയിട്ടുള്ള, ഫ്രൂട്ടി ആയിട്ടുള്ള, ലിക്വിഡ് ആയിട്ടുള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള, എന്താ പറയുക, സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡി എൻ എ ആണ് ക്രീഡ് അവൻഡസിൻ്റെ ഡി എൻ എ. അതിൻ്റെ പല ക്ലോണുകളും അതിന് തത്തുല്യമായിട്ടുള്ള സെയിം മണം വരുന്ന മറ്റ് പെർഫ്യൂംസും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ക്രീഡ് അവൻഡസിൻ്റെ ഏറ്റവും പുതിയതാണ് ക്രീഡ് അവൻഡസ് അബ്സലു. ഇതിൻ്റെ ക്ലോണായിട്ട് അർമ പ്രഷ്യസ് റിലീസ് ചെയ്തിരുന്നു, അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബ്സലു എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്രീഡ് അവൻഡസിൻ്റെ ഒരു ബോക്സ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ട്, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അബ്സലു അവൻഡസിന് കൊടുത്തിട്ടുണ്ട്. 75 ml ആണ്. എക്സ്ട്രേറ്റ് വെർഷൻ ആയിരിക്കും ഇത് വരിക. എക്സ്ട്രേറ്റ് ആണോ? എക്സ്ട്രേറ്റ് ആയിരിക്കണം. ഇവിടെ ബാച്ച് കോഡ് കാര്യങ്ങളും കാണാം. അപ്പോൾ ബോട്ടിൽ ഇതാണ്, 75 ml. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ക്രീഡിൻ്റെ ലോഗോ കാണാം, താഴെ ബാച്ച് കോഡും കാര്യങ്ങളും, പിറകിലൊന്നുമില്ല. ഇത്രയാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. ക്യാപ്പ് അത്യാവശ്യം ഭാരമുള്ള ക്യാപ്പാണ്. ഇതിൻ്റെ ഡി എൻ എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രീഡ് അവൻഡസിൻ്റെ ഡി എൻ എന്താണെന്നുള്ളത്. ഇതിൽ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട്, ബെർഗാമോട്ട്, പിങ്ക് പെപ്പർ, ബ്ലാക്ക് കറണ്ട്, പൈനാപ്പിൾ, നട്ട്മഗ്, ക്ലോവ്സ്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ജിഞ്ചർ, സിട്രോൺ, സിനമോൺ, കാർഡമം, റോസ്. ബേസ് നോട്ടിൽ വരുമ്പോൾ പച്ചോളി, വെട്ടിവർ, ഓക്മോസ്, ആംബ്രോക്സൺ, മസ്ക്, ഇവർനൈൽ, ടോങ്ക, സാൻഡ്രൂട്ട്. ഇത്രയാണ് ഇതിൻ്റെ നോട്ടുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ശരിക്കും എൻ്റെ മണം എന്താണ്? മണം സെയിം ക്രീഡ് അവൻഡസ് തന്നെ വ്യത്യസ്ത ബോട്ടിലിൽ ഇറക്കി. പ്രത്യേകിച്ച് പറയത്തക്ക വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഇതിൽ ഞാൻ കാണുന്നില്ല. ഒരു തമാശ തന്നെ നമ്മൾ ആദ്യമായി കേട്ടു, ചിരിച്ചു, രസിച്ചു. വീണ്ടും അതേ തമാശ ഇനി എത്രത്തോളം പുതുക്കിയത് പറഞ്ഞാലും വീണ്ടും ആവർത്തിച്ച് കണ്ടാലും കേട്ടാലും നമുക്ക് ആ പഴയ ചിരി വരണമെന്നില്ല. എന്ന് പറഞ്ഞ പോലെയാണ് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ. ഒരു മണം നമ്മൾ ആസ്വദിച്ചു, ആ ഒരു മണം തന്നെ പലതവണ ആവർത്തിച്ചുണ്ടാകുമ്പോൾ നമുക്കൊരു ആവർത്തന വിരസത ഉണ്ടാവും. ഈ ക്രീഡ് അവൻഡസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പണക്കാരെ ഇതുപോലെ വീണ്ടും വീണ്ടും എന്താ പറയുക, അവരെ കബളിപ്പിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ വേറെ ബ്രാൻഡ് ഇല്ലെന്നാണ് പറയും. ക്രീഡ് അവൻഡസിന് ഒറ്റ ഒരെണ്ണം മതി. ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലാങ്കറുകൾ ഇറക്കി ഒരേ സാധനം തന്നെ, ഒരേ ജ്യൂസ് തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസിന് വേണ്ടി മാത്രം എക്സ്ട്രാ പൈസ വാങ്ങിപ്പിക്കുന്ന ഒരു ബ്രാൻഡാണ് ക്രീഡ് അവൻഡസ്. അവരുടെ ഏറ്റവും നല്ല ബാച്ച് ഒരെണ്ണം വാങ്ങിയാൽ മതി. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ മുടക്കുന്നത് വീണ്ടും വീണ്ടും സെയിം ഡി എൻ എ ചെറിയ ചെറിയ, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ വീണ്ടും 30,000 40,000 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തപ്പോൾ ഓപ്പണിങ്ങിൽ കിട്ടിയ മണം പൈനാപ്പിൾ, ബെർഗമോട്ട്, ഗ്രേപ്പ് ഫ്രൂട്ട്. ക്രീഡ് അവൻഡസിൻ്റെ സെയിം ഡി എൻ എ. ഓപ്പണിങ്ങിൽ ഒരു പെപ്പറിൻ്റെ നോട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് കറണ്ട് പോലുള്ള ഒരു ഫ്രൂട്ടി യമ്മി ഫ്രൂട്ടി ആയിട്ടുള്ള പൈനാപ്പിളിൻ്റെ സ്മെൽ. ഒപ്പം ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു സിട്രസി അകമ്പടിയും കാണാം. നമുക്ക് 3 നോട്ടാണ് കൂടുതലും കിട്ടുന്നത്. പൈനാപ്പിളിൻ്റെ നോട്ട് ഓപ്പണിങ്ങിൽ തന്നെ പൈനാപ്പിളിൻ്റെ നോട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ബെർഗാമോട്ടിൻ്റെയും ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും ബ്ലാക്ക് കറണ്ട് എന്ന ആ ഒരു ഫ്രൂട്ടിൻ്റെയും ഒരു ഫ്രൂട്ടി ജ്യൂസിൻ്റെ മണം ഓപ്പണിങ്ങിൽ തന്നെ വളരെ സെസ്റ്റി ആയിട്ടുള്ള, ഫ്രൂട്ടി ആയിട്ടുള്ള, ലിക്വിഡ് ആയിട്ടുള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള, എന്താ പറയുക, സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ് നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ജിഞ്ചറിൻ്റെ മണം ഉണ്ടാവും. പിന്നെ അപ്പോഴും ആ ഒരു സിട്രസി നോട്ട് നിലനിർത്തുന്നുണ്ട്. പിന്നെ കുറേയേറെ ഒരു മിക്സ് ഓഫ് ഹെർബൽ നോട്ടുകൾ, പുല്ലിൻ്റെയും പിന്നെ രാമച്ചത്തിൻ്റെയും പച്ചൂളിയുടെയും മസ്കിൻ്റെയും അതുപോലൊക്കെയുള്ള കുറച്ച് പച്ചിലകളുടെയൊക്കെ ഒരു ഹെർബൽ സ്മെല്ലും മിഡിൽ നോട്ടിലേക്ക് വരും. പിന്നെ എനിക്ക് മനസ്സിലായത് എവിടെയോ ഒരു സ്വീറ്റ് നോട്ടുണ്ട്, ഒരു കാരമലിൻ്റെ നോട്ട് ഇതിലുണ്ട്. ഒരു സ്വീറ്റ്നെസ് ആയിട്ട് ഒരു കാരമൽ നോട്ട്, ഒരു കാരമൽ ഹണി ടച്ച്, ഹണി അല്ല ഒരു കാരമൽ ടച്ച്, ആ ഒരു നോട്ട് ഇത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും അർമ പ്രഷ്യസിനും ഈ സെയിം മണം തന്നെയാണ്. എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അർമ പ്രഷ്യസിനും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ താഴെയാണ്. ഈ പൈസ മുടക്കുന്നതിന് എത്രയോ ബഡ്ജറ്റ് ലാഭത്തിൽ നമുക്ക് അർമ പ്രഷ്യസ് വാങ്ങാം. അപ്പോൾ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം മണമാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അർമ പ്രഷ്യസിൽ കുറച്ചും കൂടി ഒരു കാരമലിൻ്റെ നോട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യും. ഇതിൽ കുറേ കഴിഞ്ഞിട്ടാണ് ആ കാരമലിൻ്റെ മണം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ ആ മണങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു ഹെർബൽ സ്മെല്ലിനോടൊപ്പം തന്നെ ഒരു കാരമലിൻ്റെ നോട്ടും ഉണ്ടാകും. ഡ്രൈ നോട്ടിൽ വരുമ്പോഴും പറയത്തക്ക വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഒരു ആംബ്രോക്സിൻ്റെയും മസ്കിൻ്റെയും പിന്നെ ഓപ്പണിങ്ങിലുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ടച്ചും പിന്നെ മസ്കിൻ്റെ ഒരു മണവും
ചെറിയൊരു പൊടിക്ക് സാൻഡൽവുഡും. ഇത് തന്നെയാണ് ക്രീഡ് അവൻറ്റസ് അബ്സല്യൂട്ടിനുള്ളത്. ഇതേ സെയിം മണം തന്നെയാണ് പഴയ ക്രീഡ് അവൻറ്റസിനുള്ളത്. പറയത്തക്ക വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സെയിം സാധനം. ആ പഴയ ഒരു പേരും പെരുമയും വെച്ച് വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതും പ്രഷ്യസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രഷ്യസിനേക്കാൾ പെർഫോമൻസ് അബ്സല്യൂട്ടിനുണ്ട്. അബ്സല്യൂട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം, ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം, ഏത് പരിപാടിയിലും ഉപയോഗിക്കാം. ഓഫീസിലോ പാർട്ടിയിലോ ക്ലബിലോ കല്യാണം, പുറത്തേക്ക് പോകുമ്പോൾ, അങ്ങനെ ഏത് കാലാവസ്ഥ, ഏത് ഒക്കേഷൻ, ഏത് പ്രായക്കാർക്കും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ് ക്രീഡ് അവൻറ്റസ് അബ്സല്യൂട്ട്. അപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കിട്ടുന്നുണ്ട്. ബോഡിയിൽ തന്നെ കുറേ നേരം നിൽക്കുന്നുണ്ട്. വസ്ത്രങ്ങളിലും അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മണിക്കൂറിലധികം 6-7 മണിക്കൂറിലധികം വസ്ത്രങ്ങളിൽ മണം നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസവും ഷർട്ട് നമ്മൾ എടുത്തിടുമ്പോൾ ആ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പ്രൊജക്ഷനും ആദ്യത്തെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ കുറച്ച് അടുത്തേക്ക് വരുന്ന രീതിയിലേക്ക് മണം ചുരുങ്ങും. അപ്പോൾ ചോദ്യം, ഇത് വാങ്ങണോ വേണ്ടയോ? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അറോമ ഫ്രഷ്യസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. 35,000 അല്ലെങ്കിൽ 40,000 രൂപ മുടക്കി ഈ ഒരു പെർഫ്യൂം വാങ്ങണമെന്ന് വെച്ചാൽ വാങ്ങണ്ട. പകരം അറോമ ഫ്രഷ്യസ് എടുക്കുക. സെയിം സാധനം, സെയിം ജ്യൂസ്, സെയിം DNA, മിഡിൽ നോട്ടും ടോപ്പ് നോട്ടും ഒക്കെ സെയിം തന്നെയാണ്. അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അറോമ ഫ്രഷ്യസ് അറോമാഫിൻ്റെ ക്ലബ് ഡി ന്യൂട്ടിൻ്റെ ഒരു പേരുദോഷമായിരുന്നു സിന്തറ്റിക് സ്മെല്ല്. അതൊക്കെ എടുത്തു മാറ്റി മേക്ക് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ് പ്രഷ്യസ്. പക്ഷേ പെർഫോമൻസ് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് എനിക്ക് ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.